ഈ CSK മാനേജ്മെന്റ് ധോണി വരും വരില്ല എന്ന് പറഞ്ഞ ആളെ പറ്റിക്കുകയാണോ? ഇത് കണ്ട, രാവിലെ പറഞ്ഞ് വരും, ഉച്ചക്ക് വൈകുന്നേരം പറയുന്ന വരില്ല. എന്ത് ഇതാളെ ആരാധകരെ പറ്റിക്കുന്ന പോലെ ഉണ്ട്. ഒരു വഞ്ചിക്കുന്ന പോലെ. ഗാലറി എന്ന് പറയാൻ വേണ്ടി വരും വരില്ല, വരും ഉടൻ വരും. ഇത് എന്തൊക്കെയോ ഉറപ്പിച്ചു പറയും വരും, ഇല്ലെങ്കിൽ വരൂല എന്ന് പറയും. ഇത് വരും, നാളെ വരും, ഇല്ല വരൂല, വരില്ല. ഇതൊരു വഞ്ചന പോലെ ആയിപ്പോയി. ഇത് എന്താ പറയാ, ഇത് ആരാധകരെ ചതിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പം CSK പോകുന്നത്. സത്യം പറയാൻ ഞാൻ ഈ വർഷം ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങി. അതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ധോണീൻ്റെ കളി കാണണം. അതിന് ഞാൻ CSK എപ്പോഴും നോക്കും, ധോണി വരോ. ഇടയ്ക്ക് ചില യൂട്യൂബ് ചാനൽ പറയും വരും വരില്ല. എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എപ്പോഴേ കളിക്കാൻ വരുന്നത്. ധോണി എത്രയും പെട്ടെന്ന് വരണോ. കളി കാണാൻ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതൊരു ഫാൻസിലാ ഗാലറിയിലൊക്കെ കൊണ്ടുവരുന്ന പോലായി. വരും വരില്ല അങ്ങനെ പറ്റിക്കുന്ന പോലായി. ഞാനൊരു CSK ഫാനാണ്. എനക്കോ ഒരു ആഗ്രഹമെല്ലാം ഉണ്ട്, ധോണി കളിക്കണം, ധോണി നല്ല കിടിലൻ പെർഫോമൻസും, സഞ്ജു നല്ല കിടിലൻ പെർഫോമൻസ് കളിക്കണം, ടീം കപ്പെടുക്കണമെന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. പക്ഷെ ധോണി കളിക്കാൻ വരുന്നില്ല, അതാ പ്രശ്നം. CSK ഇത് കേട്ട എന്തായാലും ധോണിയുടെ മാനേജ്മെന്റിനോടാണ്. ധോണി വരൂലെങ്കിൽ വരൂല, വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് പറയും, അല്ലാണ്ട് ആളെ പറ്റിക്കല്ല. ഇങ്ങനെ CSK കപ്പെടുക്കണം എന്നാണ് കുറേ പേരുടെ ആഗ്രഹമാണ്. CSK കപ്പെടുക്കണം. കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ആഗ്രഹമാണ് CSK. ധോണി കളിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. പക്ഷേ ധോണീനെ കൊണ്ടാണ്, ധോണി എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. ധോണി കളിക്കണം, നാളെ ധോണി കളിക്കണം. നാളെ മാത്രമല്ല, ഫൈനൽ വരെ കളിക്കണം. അതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. ഈ ധോണിക്ക് കാലിൽ സുഖമില്ലാന്ന് കരുതിക്കോ, എന്നാലും CSK കപ്പെടുക്കണം. ധോണിയൊക്കെ പരിക്കാന്ന് വിചാരിച്ചോ, എന്നാലും CSK കപ്പെടുക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.